രണ്ട് വ്യക്തികൾ രണ്ടുപേരും ഒരേ ഫണ്ടിൽ നിക്ഷേപിക്കാൻ തീരുമാനിക്കുന്നു. മാസം 5000 രൂപ വീതം SIP ആയി മാറ്റിവെക്കുന്നു. കൃത്യം 6 വർഷം. പക്ഷേ കാലാവധി കഴിഞ്ഞപ്പോൾ ഒരാൾക്ക് ലഭിച്ചത് മറ്റേയാളേക്കാൾ 1 ലക്ഷം രൂപ അധികമാണ്. ഒരേ തുക, ഒരേ ഫണ്ട്, ഒരേ കാലയളവ്. എന്നിട്ടും ഈ വലിയ വ്യത്യാസം എങ്ങനെയുണ്ടായി? നമ്മൾ പലപ്പോഴും ചിന്തിക്കാത്ത ഒരു കാര്യം ഇതിന് പിന്നിലുണ്ട്. വിപണിയിൽ നമ്മൾ കാണുന്ന പല കാര്യങ്ങളും ഒറ്റനോട്ടത്തിൽ വളരെ ലളിതമാണെന്ന് തോന്നും. പക്ഷേ ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്, അല്ലെങ്കിൽ അതത്ര ഒന്നുമില്ല എന്ന് നമുക്ക് വിചാരിക്കാം. സത്യം പറഞ്ഞാൽ വിപണിയുടെ ഏറ്റവും വലിയ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത് ചെറിയ ചെറിയ കണക്കുകളിലാണ്. ഒരു നിമിഷം നിങ്ങൾ എല്ലാവരും ഒന്ന് ചിന്തിക്കണം. നമ്മളെല്ലാവരും ഒരേ സമയത്തല്ല സാമ്പത്തികമായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുന്നത്, അല്ലേ? ഇവിടെയാണ് ഈ കണക്കുകളുടെ യഥാർത്ഥ കളിയുള്ളത്. നമ്മുടെ കൂട്ടത്തിൽ പലർക്കും ഒരു അബദ്ധവും പറ്റിയിട്ടുണ്ടാകും. ഫിനാൻഷ്യൽ എക്സ്പ്രസ് പുറത്തുവിട്ട ഒരു റിപ്പോർട്ട് ഡേറ്റ പ്രകാരമുള്ള കണക്കുകളാണ് ഇനി പറയുന്നത്. HDFC മിഡ് ക്യാപ് ഫണ്ടാണ് അവർ ഇവിടെ ഉദാഹരണമായി എടുത്തിരിക്കുന്നത്. ആദ്യത്തെ നിക്ഷേപകൻ 2011 ജനുവരി മുതൽ 2016 ഡിസംബർ വരെ നിക്ഷേപിച്ചു. രണ്ടാമത്തെ ആൾ 2016 ജനുവരി മുതൽ 2021 ഡിസംബർ വരെ. രണ്ടുപേരും അടച്ചത് കൃത്യം 3,60,000 രൂപയാണ്. എന്നാൽ ആദ്യത്തെ ആൾക്ക് കാലാവധി കഴിഞ്ഞപ്പോൾ തിരികെ ലഭിച്ചത് 7,16,000 രൂപയാണ്. 23% മുകളിലാണ് XIRR. അതേസമയം രണ്ടാമത്തെ ആൾക്ക് ലഭിച്ചത് 6,13,000 രൂപ മാത്രം. XIRR 18%. വ്യത്യാസം കൃത്യം 1,03,000 രൂപ. എവിടെയാണ് കാര്യങ്ങൾ മാറിയത്? എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു വ്യത്യാസം ഉണ്ടായത്? ഇതിന്റെ പിന്നിലെ മാറ്റർ എന്താണ്? നിങ്ങൾ എല്ലാവരും ഇപ്പോൾ ഇത് ചിന്തിക്കുന്നുണ്ടാവും, അല്ലേ? സത്യം പറഞ്ഞാൽ ഇവിടെ വില്ലനായതും നായകനായതും വിപണിയിലെ സമയം തന്നെയാണ്. ആദ്യത്തെ വ്യക്തി നിക്ഷേപം തുടങ്ങിയ 2011 എന്ന വർഷം ഒരു സാധാരണ വർഷമായിരുന്നില്ല. വിലക്കയറ്റം അഥവാ ഇൻഫ്ലേഷൻ വളരെ കൂടുതലായിരുന്ന ഒരു സമയമായിരുന്നത്. ഇൻഫ്ലേഷൻ എന്നാൽ സാധനങ്ങൾക്ക് വില കൂടുന്നു. അത് നിയന്ത്രിക്കാൻ RBI റിപ്പോ നിരക്ക് തുടർച്ചയായി 13 തവണയാണ് അന്ന് കൂട്ടിയത്. വിദേശ നിക്ഷേപകർ വ്യാപകമായി പണം പിൻവലിച്ചു. നിഫ്റ്റി 50 സൂചിക അന്ന് 24% താഴേക്ക് പോയി. മിഡ് ക്യാപ് ഫണ്ടുകൾ 35 മുതൽ 40% വരെയാണ് തകർന്നത്. ഈ ഒരു സമയത്താണ് ആദ്യത്തെ നിക്ഷേപകൻ തന്റെ മാസം തോറുമുള്ള 5000 രൂപയുടെ SIP തുടങ്ങുന്നത്. മാർക്കറ്റ് തകർന്നടിഞ്ഞു കിടക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായി നിക്ഷേപിക്കാൻ ഭയക്കും. പക്ഷെ അവിടെയാണ് യഥാർത്ഥത്തിലുള്ള മണി മാജിക് നടക്കുന്നത്. വിപണി താഴെ നിൽക്കുമ്പോൾ ഫണ്ടിന്റെ NAV വളരെ കുറവായിരിക്കും. അതായത് ഒരേ 5000 രൂപയ്ക്ക് കൂടുതൽ യൂണിറ്റുകൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. US ഫെഡ് ഒരു ഓവർഹെഡ് ടാങ്ക് പോലെയാണ് ഇവിടെ വർക്ക് ആവുന്നത്. അത് ലീക്ക് ആകുമ്പോൾ കേരളത്തിലെ ഓരോ ടാപ്പിലും പ്രഷർ മാറും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവിടെയും നടക്കുന്നത് അത് തന്നെയാണ്. ആഗോള വിപണിയിലുണ്ടായ ആ മാറ്റങ്ങൾ നമ്മുടെ നാട്ടിലെ ഫണ്ടുകളുടെ NAV കുറച്ചു. അന്ന് നിക്ഷേപം തുടങ്ങിയവർക്ക് അത് വലിയൊരു അനുഗ്രഹമായി മാറുകയും ചെയ്തു. ഇനി രണ്ടാമത്തെ വ്യക്തിയുടെ കാര്യം നോക്കാം. 2016 അദ്ദേഹം നിക്ഷേപം തുടങ്ങുന്നത്. മാർക്കറ്റ് അത്യാവശ്യം നല്ല നിലയിൽ നിൽക്കുന്ന സമയം. അതുകൊണ്ട് തന്നെ ഉയർന്ന NAV നിരക്കിലാണ് അദ്ദേഹത്തിന് ആദ്യത്തെ കുറച്ചു നാളുകളിൽ യൂണിറ്റ് ലഭിച്ചത്. എന്നാൽ അദ്ദേഹത്തിന്റെ നിക്ഷേപ കാലയളവിൽ ഒരു വലിയ പ്രതിസന്ധി കടന്നു വന്നു. 2020 കോവിഡ് തകർച്ച. അന്ന് HDFC മിഡ് ക്യാപ് ഫണ്ടിന്റെ മൂല്യം ഒറ്റയടിക്ക് 40%-ഓളമാണ് ഇടിഞ്ഞത്. ഈ സമയത്ത് ഭയന്ന് നിക്ഷേപം നിർത്തിയവർക്ക് വലിയ നഷ്ടമുണ്ടായി. എന്നാൽ ധൈര്യമായി പിന്തുടർന്നവർക്ക് അവർക്ക് വീണ്ടും കുറഞ്ഞ നിരക്കിൽ ധാരാളം യൂണിറ്റുകൾ ലഭിച്ചു. കോവിഡിന് ശേഷമുള്ള അതിവേഗ തിരിച്ചുവരവിൽ ഈ യൂണിറ്റുകൾക്ക് വലിയ ലാഭം ഉണ്ടാവുകയും ചെയ്തു. ഈ രണ്ടാമത്തെ വ്യക്തിക്കും ലാഭം കിട്ടിയിട്ടുണ്ട്. 6 വർഷം കൊണ്ട് 18% റിട്ടേൺ എന്നത് ഒരു ചെറിയ കാര്യമല്ല. പക്ഷെ ആദ്യത്തെ വ്യക്തിക്ക് ലഭിച്ച ആ 1 ലക്ഷം രൂപയുടെ അധിക നേട്ടമുണ്ടായത് അദ്ദേഹം ഒരു വലിയ തകർച്ചയുടെ സമയത്ത് തുടർച്ചയായി കൂടുതൽ യൂണിറ്റുകൾ വാങ്ങിക്കൂട്ടിയത് കൊണ്ട് മാത്രമാണ്. ഇവിടെയാണ് നമ്മൾ എല്ലാവരും ഒരു ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നമ്മൾ എപ്പോഴും ഒരു ശരിയായ സമയത്തിനായിട്ടാണ് കാത്തിരിക്കുന്നത് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി. മാർക്കറ്റ് ഏറ്റവും താഴെ എത്തുമ്പോൾ മാത്രം നിക്ഷേപം തുടങ്ങാമെന്ന് നമ്മൾ വിചാരിക്കും. എപ്പോഴാണ് ആ ഏറ്റവും താഴെ എന്ന പോയിന്റ് എന്ന് ആർക്കെങ്കിലും പ്രവചിക്കാൻ കഴിയുമോ? ഒരിക്കലും സാധിക്കില്ല. ഇന്ന് ഓഗസ്റ്റ് 14 നിഫ്റ്റി 50 24,328 എന്ന നിലയിലാണ് വ്യാപാരം നടക്കുന്നത് എന്ന് മണി കൺട്രോൾ ഡേറ്റ വ്യക്തമാക്കുന്നുണ്ട്. നാളെ ഇത് മുകളിലേക്ക് പോകുമോ താഴേക്ക് പോകുമോ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനാകില്ല. ചിലപ്പോൾ നമ്മൾ തുടങ്ങുന്ന വർഷം മാർക്കറ്റ് വലിയ തകർച്ചയിലായിരിക്കാം. ആദ്യത്തെ കുറച്ചു നാളുകളിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോ വലിയ നഷ്ടവും കാണിച്ചേക്കാം. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളത്. ആ റെഡ് കാണുമ്പോൾ നമ്മൾ ഭയന്ന് SIP നിർത്തിവെക്കും. എന്നാൽ യഥാർത്ഥത്തിൽ ആ സമയത്താണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ യൂണിറ്റുകൾ കുറഞ്ഞ വിലയിൽ ലഭിക്കുക. ഇനി ഇതൊരു ഒറ്റത്തവണ നിക്ഷേപം അഥവാ ലംസം ആയിരുന്നെങ്കിലോ? അവിടെയും ഈ ഫിനാൻഷ്യൽ എക്സ്പ്രസ് ഡേറ്റ രസകരമായ ഒരു ചിത്രം നൽകുന്നുണ്ട്. 2011 1 ലക്ഷം രൂപ ഒറ്റത്തവണ നിക്ഷേപിച്ച ആൾക്ക് 2016 ആയപ്പോൾ അത് 2,60,000 രൂപയെ മാറി. 160% നേട്ടം. എന്നാൽ 2016 1 ലക്ഷം രൂപ നിക്ഷേപിച്ച ആൾക്ക് 2021 ആയപ്പോൾ ലഭിച്ചത് 2,37,000 രൂപയാണ്.
137% നേട്ടം. നിങ്ങൾ ഒറ്റത്തവണ നിക്ഷേപം നടത്തുമ്പോൾ റിസ്ക് കൂടുതലാണ്. കാരണം നാളെ മാർക്കറ്റ് താഴേക്ക് പോയാൽ നിങ്ങളുടെ മുഴുവൻ തുകയുടെയും മൂല്യം കുറയും. ഒറ്റത്തവണ നിക്ഷേപത്തിൽ നിങ്ങൾ തുടങ്ങുന്ന സമയത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം നിങ്ങൾ നിങ്ങളുടെ മുഴുവൻ പണവും ഒരു പ്രത്യേക ദിവസത്തെ NAV നിരക്കിലാണ് ഇറക്കുന്നത്. എന്നാൽ SIP അങ്ങനെയല്ല. എല്ലാ മാസവും നമ്മൾ നിക്ഷേപിക്കുകയാണ്. മാർക്കറ്റ് മുകളിലാണെങ്കിലും താഴെയാണെങ്കിലും നമ്മൾ നിക്ഷേപം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. വില കൂടിയാലും കുറഞ്ഞാലും നമ്മൾ വാങ്ങുന്നു. ഇത് ശരാശരി കണക്കാക്കാൻ അഥവാ റുപ്പി കോസ്റ്റ് ആവറേജിംഗ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. പലപ്പോഴും നമ്മൾ പത്രങ്ങളിൽ വായിക്കും വിപണി തകർന്നു, ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം എന്നൊക്കെ. ഇതൊക്കെ കണ്ട് സാധാരണക്കാരായ നമ്മളെ പോലെയുള്ള എല്ലാവരും പേടിക്കും. നമ്മളുടെ അധ്വാനിച്ച കാശ് എന്തിനാണ് ഇങ്ങനെ റിസ്ക് എടുക്കുന്നതെന്ന് ചിന്തിക്കും. ഒരർത്ഥത്തിൽ ഇത് ശരിയായ ചിന്തയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ വിൽക്കുന്ന ദിവസം മാത്രമേ നഷ്ടം യഥാർത്ഥത്തിൽ സംഭവിക്കുന്നുള്ളൂ. അതുവരെ കാണുന്ന ആ നെഗറ്റീവ് നമ്പറുകൾ വെറും നോൺ റിയലൈസ്ഡ് ലോസ് മാത്രമാണെന്ന് നമ്മൾ വിചാരിക്കണം. SIP ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ നെഗറ്റീവ് നമ്പറുകൾ കാണിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ വളരെ കുറഞ്ഞ വിലയിൽ പുതിയ യൂണിറ്റുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. നിങ്ങളുടെ സമ്പത്ത് വളരാനുള്ള അടിത്തറ അവിടെയാണ് ഒരുങ്ങുന്നത്. നമ്മുടെ സാധാരണക്കാരുടെ ജീവിതത്തിലേക്ക് ഇതൊന്ന് കൊണ്ടുവരാം. IT മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു ചെറിയ ബിസിനസ് നടത്തുന്നയാൾ മാസാമാസം ശമ്പളം കിട്ടുമ്പോൾ വീട്ടു ചെലവുകളും EMIകളും കഴിഞ്ഞ് ബാക്കി വരുന്ന ഒരു ചെറിയ തുകയായിരിക്കും നിക്ഷേപത്തിനായി മാറ്റിവെക്കുന്നത്. നമ്മൾ ട്രെൻഡ് ചേസ് ചെയ്യാണോ അതോ നമ്മൾ ട്രെൻഡ് ചേസ് ചെയ്യാണോ എന്നൊക്കെ നമുക്കിപ്പോൾ ചോദിക്കാം. ഈ ഒരു ചോദ്യവും വളരെ പ്രധാനമാണ്. മാർക്കറ്റ് മുകളിലേക്ക് കുതിക്കുമ്പോൾ എല്ലാവരും നിക്ഷേപിക്കാൻ ഓടിയെത്തും. താഴേക്ക് പോകുമ്പോൾ എല്ലാവരും പിൻവലിക്കും. നമ്മൾ ഈ കൂട്ടത്തിൽ പെടാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങളുടെ കൈവശമുള്ള ചെറിയ തുകകൾ കൃത്യമായി ഒരു അച്ചടക്കത്തോടെ തുടരുക എന്നതാണ് പ്രധാനം. വില കൂടുമ്പോൾ യൂണിറ്റുകൾ കുറയും. വില കുറയുമ്പോൾ യൂണിറ്റുകൾ കൂടുതൽ കിട്ടും. കാലാവധി തീരുമ്പോൾ ഇത് രണ്ടും കൂടി ഒരു വലിയ സമ്പത്തായി മാറും. ഇതിനെയാണ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. അത് അതിൻ്റെതായ സമയം എടുത്തുകൊണ്ട് തന്നെ പണം വളർത്തും. നമ്മൾ ചെയ്യേണ്ടത് ആ സമയം അതിന് അനുവദിച്ചു കൊടുക്കുക എന്നത് മാത്രമാണ്. ചിലർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ SIP തുടങ്ങിയിട്ട് 2 വർഷമായി ഇപ്പോഴും നെഗറ്റീവ് ആണല്ലോ, ഞാനിത് നിർത്തിവെക്കട്ടെ എന്നൊക്കെ. ആദ്യത്തെ കുറച്ച് നാളുകളിലെ ഈ നഷ്ടം ഭാവിയിലെ വലിയൊരു നേട്ടത്തിനുള്ള അടിത്തറയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. നിങ്ങൾ ആ നെഗറ്റീവ് സമയത്ത് നിക്ഷേപിച്ച ഓരോ മാസവും നിങ്ങൾക്ക് അധിക യൂണിറ്റുകൾ ലഭിച്ചിട്ടുണ്ട്. മാർക്കറ്റ് ഒന്ന് തിരികെ കയറുമ്പോൾ ഈ അധിക യൂണിറ്റുകളെല്ലാം പച്ച നിറത്തിലേക്ക് മാറുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നും. അതുകൊണ്ട് തുടക്കത്തിലെ തകർച്ചകളെ ഭയക്കേണ്ടതില്ല, മറിച്ച് ഇതൊരു അവസരമായി കാണുക. നിങ്ങൾ ഒരു മരം നടുമ്പോൾ ആദ്യത്തെ കുറച്ചു വർഷത്തിൽ അതിൽ നിന്ന് നമ്മൾ ഫലം പ്രതീക്ഷിക്കരുത് എന്ന് പറയാറില്ലേ? അതിന്റെ വേരുകൾ ആഴത്തിലേക്ക് പോകുന്ന സമയമാണിത്. അതുപോലെ തന്നെയാണ് നമ്മുടെ സാമ്പത്തിക നിക്ഷേപങ്ങളും. മാർക്കറ്റും എപ്പോഴും ഒരു സൈക്കിൾ പോലെയാണ് പ്രവർത്തിക്കുന്നത് എന്നും വിദഗ്ധർ പറയാറുണ്ട്. മുകളിലേക്ക് പോകും, താഴേക്ക് വരും, വീണ്ടും മുകളിലേക്ക് പോകും. ഈ മാറ്റങ്ങൾക്കിടയിൽ പതരാതെ നിൽക്കുന്നവർക്കാണ് അവസാനം വലിയ നേട്ടം സ്വന്തമാക്കാൻ കഴിയുക. നമ്മൾ എപ്പോഴും റിട്ടേൺ മാത്രമാണ് പ്രതീക്ഷിക്കുന്നത്, റിസ്ക് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. 2011 വലിയ തകർച്ചയ്ക്ക് ശേഷം 2012-ലും 2013-ലും മാർക്കറ്റ് പതുക്കെ തിരികെ കയറിയിരുന്നു. 2014 എത്തിയപ്പോൾ വലിയൊരു കുതിപ്പാണ് ഉണ്ടായത്. ആ ഒറ്റ വർഷം കൊണ്ട് HDFC മിഡ് ക്യാപ് ഫണ്ട് 76% റിട്ടേൺ ആണ് നൽകിയത്. ഏറ്റവും മോശം സമയത്ത് നിക്ഷേപം തുടരുന്നവർക്കാണ് ഈ വലിയ ഗുണം ലഭിക്കുക. ഇതാണ് ക്ഷമയുടെ വില എന്ന് പറയുന്നത്. നമുക്ക് കോമ്പൗണ്ടിങ്ങിലൂടെ വലിയ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും. നിങ്ങൾ എത്ര കാലം വിപണിയിൽ തുടരുന്നു എന്നതാണ് അവസാനം നിങ്ങളുടെ സമ്പത്ത് തീരുമാനിക്കുക എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. നമ്പറുകൾ മാത്രം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഇപ്പോഴത്തെ നിക്ഷേപങ്ങൾ ഏത് നിലയിലാണ് ഉള്ളത് എന്ന് വിലയിരുത്തുക. പുതിയതായി ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ മാർക്കറ്റ് താഴെ വരാൻ കാത്തിരിക്കാതെ ഒരു SEBI രജിസ്റ്റേർഡ് ഫിനാൻഷ്യൽ അഡ്വൈസറുമായി ചർച്ച ചെയ്യുക. നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കും റിസ്ക് എടുക്കാനുള്ള കഴിവിനും അനുസരിച്ചുള്ള ഫണ്ടുകൾ ഒരു വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക. കൂടുതൽ സ്റ്റഡി ചെയ്യേണ്ടതുണ്ട് ഇത്തരം കാര്യങ്ങൾ. അല്ലാതെ പെട്ടെന്ന് വിപണിയിലേക്ക് ചാടി ഇറങ്ങരുത്. അത് നമ്മൾ എല്ലാവരും എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതൊരു വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടിയുള്ള വീഡിയോ മാത്രമാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് SEBI രജിസ്റ്റേർഡ് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുക.